ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്തനംതിട്ട ജില്ലയെക്കുറിച്ചാണ്. മറ്റ് ജില്ലകളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. പത്തനംതിട്ട ജില്ല നിലവിൽ വന്ന വർഷം 1982 നവംബർ 1. തീർത്ഥാടന ടൂറിസത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല പത്തനംതിട്ട ജില്ല. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പത്തനംതിട്ട ജില്ല. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ലയും ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയും പത്തനംതിട്ടയാണ്. ഏറ്റവും കുറവ് റെയിൽവേ പാതകളുള്ള ജില്ല പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ട. ഏറ്റവും കുറവ് റെയിൽവേ പാതകളുള്ള ജില്ലയും ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ലയും പത്തനംതിട്ട ജില്ലയാണ്. ഏറ്റവും വലിയ റിസർവ് വനം റാന്നി. ഏറ്റവും വലിയ റിസർവ് വനം റാന്നി. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി പമ്പാ നദി, 176 കിലോമീറ്റർ. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിയാണ്. 176 കിലോമീറ്ററാണ് നീളം. മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. പമ്പാ നദിയുടെ തീരത്ത് വെച്ച് നടക്കുന്ന കൺവെൻഷൻ മാരാമൻ കൺവെൻഷൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം മാരാമൻ കൺവെൻഷൻ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നി. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല പത്തനംതിട്ട ജില്ല. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭിക്കുന്ന നഗരം പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവല്ല. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല. പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷൻ ചരൽക്കുന്ന്.